നമസ്കാരം മക്കളെ, മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ RRBയുടെ ആപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും അപ്ലൈ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ ആപ്ലിക്കേഷൻ ഡേറ്റ് ഒക്കെ RRB നീട്ടി തന്നു. ഇനിയും എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്തതിനകത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ എന്താണ് ചെയ്യേണ്ടത്, അതിന് ഒരു അവസരമുണ്ടോ എന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. മക്കളുടെ RRBയുടെ കറക്ഷൻ വിൻഡോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൂടെ നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് വരുത്താനായിട്ടൊരു അവസരം RRB നമുക്ക് തരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് RRBയുടെ ഈ പറയുന്ന ഗ്രൂപ്പ് ഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടിഫിക്കേഷൻ അതിൽ വന്ന മാറ്റമാണ്, ഡേറ്റുകൾക്കകത്ത് വന്ന മാറ്റമാണ്. നമുക്കറിയാം, ആദ്യം 25 വരെ ആയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ 23 വരെ ആയിരുന്നുവെങ്കിൽ അത് ചേഞ്ച് ചെയ്തിട്ട് RRB എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡേറ്റ് നീട്ടി തന്നിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് 22-ാം തീയതിയായിരുന്നു. 22-ാം തീയതിയാണ് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ നീട്ടി എന്ന് വരെ തന്നു, 1-3 വരെ ഡേറ്റ് നീട്ടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് ക്ലോസ് ആയി. ഇനി നോക്കിയേ, ഡേറ്റ് ആൻഡ് ടൈം ഫോർ മോഡിഫിക്കേഷൻ വിൻഡോ ഫോർ കറക്ഷൻ ഇൻ ആപ്ലിക്കേഷൻ ഫോം വിത്ത് പേയ്മെൻറ്റ് ഓഫ് മോഡിഫിക്കേഷൻ ഫീ. അതായത് മോഡിഫിക്കേഷൻ ഫീയോട് കൂടി നമുക്ക് അപ്ലൈ ചെയ്തപ്പോഴുണ്ടായ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് മോഡിഫൈ ചെയ്യാനായിട്ടുള്ള അവസരം എവിടെയുണ്ട്, RRBയുടെ വെബ്സൈറ്റിൽ ഇനിയുണ്ട്. എന്നോട്ടാണത് നേരത്തെ അത് 25 തൊട്ട് 6-ാം തീയതി വരെ ആയിരുന്നുവെങ്കിൽ ഇപ്പോഴത് മാറി 4-3 തൊട്ട് 13-3 വരെ ആയിട്ടുണ്ട്. എന്നാണ് 4-3 തൊട്ട് 13-3 വരെ 10 ദിവസമാണ്, 10 days ആണ് മോഡിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള അവസരം. അതായത് ആപ്ലിക്കേഷൻ തീർന്നതിന് ശേഷം 10 ദിവസമാണ് ആ മോഡിഫിക്കേഷനുള്ള വിൻഡോ. അത് 4-ാം തീയതി മുതലാണ് ആരംഭിക്കുക. മാർച്ച് മാസം 4 തൊട്ട് മാർച്ച് മാസം 13-ാം തീയതി വരെ നമ്മൾ വരുത്തിയിട്ടുള്ള തെറ്റുകൾ തിരുത്താനായിട്ടുള്ള സാവകാശം ഉണ്ടാവും. ക്ലിയർ അല്ലേടാ? അപ്പോൾ മനസ്സിലായി, മോഡിഫിക്കേഷൻ ഡേറ്റ് 4-ാം തീയതി തൊട്ടാണ്. ഇനി എന്തൊക്കെയാണ് മോഡിഫൈ ചെയ്യാൻ കഴിയുക, അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് മോഡിഫിക്കേഷൻ്റെ ക്രൈറ്റീരിയ നോക്കിക്കോടാ. മോഡിഫിക്കേഷൻ ഓഫ് ആപ്ലിക്കേഷൻ, ഇത് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത്. നോക്കിയോ, ഒന്നാമത്തെ പോയിന്റ് കിടക്കുന്നുണ്ടോ, ആഫ്റ്റർ ദ ഫൈനൽ സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഇഫ് കാൻഡിഡേറ്റ് വിഷസ് ടു ഫർദർ മോഡിഫൈ, ചേഞ്ച് ഓർ കറക്ഷൻ എനി ഡീറ്റെയിൽ എക്സെപ്റ്റ്, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, എക്സെപ്റ്റ് ഡീറ്റെയിൽസ് ഫിൽഡ് ഇൻ ക്രിയേഷൻ ആൻഡ് അക്കൗണ്ട്. നമ്മൾ ആദ്യം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തില്ലേ, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു വിവരവും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ മോഡിഫിക്കേഷൻ വിൻഡോ വന്നാലും നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ അതായത് നമ്മുടെ വിൻഡോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും അതിലുള്ള ഒരു മാറ്റവും നമുക്ക് വരുത്താനായിട്ട് കഴിയില്ല. പേരിൽ മാറ്റം വരുത്താനായിട്ട് കഴിയില്ല, അഡ്രസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് മാറ്റങ്ങളൊന്നും തന്നെ വരുത്താൻ കഴിയില്ല. ഒപ്പം എന്തും കഴിയില്ല, ഇൻക്ലൂഡിങ് മൊബൈൽ നമ്പർ, നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ തെറ്റാണ്, പക്ഷേ മോഡിഫൈ ചെയ്യാനായിട്ട് നിർവാഹമില്ല. ഇമെയിൽ ID തെറ്റാണ്, മോഡിഫൈ ചെയ്യാനായിട്ട് നിർവാഹമില്ല. മൊബൈൽ നമ്പർ ആയിക്കോട്ടെ, ഇമെയിൽ ID ആയിക്കോട്ടെ, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ഇൻഫർമേഷനും എന്ത് ചെയ്യാൻ കഴിയില്ലടാ, നമുക്ക് തിരുത്താനായിട്ട് കഴിയില്ല. ക്ലിയർ ആണ്? ഒന്നാമത്തെ കാര്യം മനസ്സിലായി. നോക്കിയേ, ഇനി തിരുത്തണമെങ്കിൽ he or she may do by paying a modification fee of 250. 250 രൂപ മോഡിഫൈ ചെയ്യുന്നതിന് ഫീസും ഉണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പം മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് ഫീസ് ഉണ്ട്. അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, നോക്കി വെച്ചോണം. നോൺ റീഫണ്ടബിൾ, ഈ മോഡിഫിക്കേഷൻ ഫീസ് നമുക്ക് തിരിച്ചു കിട്ടില്ല. ഒപ്പം ഫോർ ഈച്ച് ഒക്കേഷൻ, ഓരോ മോഡിഫിക്കേഷൻ വരുത്തുമ്പോഴും നമ്മൾ ഓരോ 250 രൂപ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു മോഡിഫിക്കേഷൻ 250 രൂപ, 2 മോഡിഫിക്കേഷൻ ആകുമ്പോഴത്തേക്ക് 500 രൂപ, 3 മോഡിഫിക്കേഷൻ ആകുമ്പോഴത്തേക്ക് 750 രൂപ. അങ്ങനെ ഓരോ മോഡിഫിക്കേഷന് വേണ്ടിയിട്ടും 250 രൂപ വീതം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പേ ചെയ്യേണ്ടി വരും. അപ്പോൾ മോഡിഫൈ ചെയ്യാൻ പോകുമ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, അത് ഫ്രീ അല്ല, 250 രൂപ ഫീസ് ഉണ്ട് ഓരോ മോഡിഫിക്കേഷൻ. നമ്മൾ 10 മോഡിഫിക്കേഷൻ ചെയ്താൽ 2500 രൂപ ഫീസ് വരും. അങ്ങനെയാണ് നമുക്ക് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. നോക്കിയേ, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടോ, ഡീറ്റെയിൽസ് ഫിൽഡ് ഇൻ ക്രിയേഷൻ ആൻഡ് അക്കൗണ്ട് ഫോം ഇൻക്ലൂഡിങ് മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ID ആൻഡ് ചൂസ് ആൻഡ് റെയിൽവേ കനോട്ട് ബി ചേഞ്ച്. നമ്മൾ എടുത്ത RRB ഏതാണ്, ഇപ്പം സദേൺ സോൺ എടുത്തു, ചെന്നൈ എടുത്തു, അത് നമുക്ക് തിരുത്താനായിട്ട് കഴിയില്ല. അത് നമുക്ക് മുംബൈയിലേക്കോ മറ്റോ ഒന്നും കൊൽക്കത്തയിലേക്കോ ഒന്നും മാറ്റാൻ കഴിയില്ല. ഒരു പ്രാവശ്യം നമ്മൾ RRB സെലക്ട് ചെയ്തത് വീണ്ടും മറ്റൊന്നിലേക്ക് മാറ്റാൻ കഴിയില്ല. ക്ലിയർ അല്ലേ? അപ്പം നമ്മുടെ മൊബൈൽ നമ്പർ മാറ്റാൻ കഴിയില്ല, ഇമെയിൽ ID മാറ്റാൻ കഴിയില്ല, ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുത്തപ്പോഴുള്ള ഒരു ഇൻഫർമേഷനും മാറ്റാൻ കഴിയില്ല. നമ്മൾ ചൂസ് ചെയ്ത RRB നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മാറ്റാനായിട്ട് കഴിയില്ല എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. പിന്നെ എന്താ മാറ്റാൻ കഴിയുന്നത്, നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്ത സമയത്ത് ക്രിയേഷൻ ഓഫ് അക്കൗണ്ട് കഴിഞ്ഞ് ആപ്ലിക്കേഷൻ
ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് RRB ചൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, അതിൽ നമുക്ക് മാറ്റം വരുത്താം. അതായത് നമ്മുടെ പോസ്റ്റ് പ്രിഫറൻസ്, നമുക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റ് പ്രിഫറൻസിൽ മാറ്റം വരുത്തണമെങ്കിൽ നമുക്കത് മാറ്റാം, അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക, ആപ്ലിക്കേഷനിൽ വരുത്താനായിട്ട് കഴിയുക. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് മാറ്റാനായിട്ട് കഴിയും, നമ്മുടെ കാറ്റഗറി, അതായത് അൺറിസർവ്ഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, നമ്മൾ OBCയിലേക്ക് മാറ്റണം, അങ്ങനെ മാറ്റാം. അല്ലെങ്കിൽ OBC കൊടുത്തിരിക്കുന്ന ഒരാൾ അൺറിസർവ്ഡിലേക്ക് മാറ്റണം, അങ്ങനെ നമ്മുടെ കാറ്റഗറി മാറ്റാനായിട്ട് കഴിയും. അങ്ങനെയുള്ള സംവിധാനങ്ങളാണ് കറക്ഷനിലുള്ളത്. നോക്കിയോ, ദ മോഡിഫിക്കേഷൻ ഫീ ഈസ് ടു ബി പെയ്ഡ് ബൈ കാൻഡിഡേറ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് കാറ്റഗറി. അതായത് 250 രൂപ മോഡിഫിക്കേഷൻ ഫീ എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളും കൊടുത്തിരിക്കണം. SC ആയാലും ST ആയാലും മെയിൽ ആയാലും ഫീമെയിൽ ആയാലും ആർക്കും എക്സംഷൻ ഇല്ല. എല്ലാവരും 250 രൂപ കറക്ഷൻ ഉള്ള ഫീസ് എന്ത് ചെയ്തിരിക്കണം, കൊടുത്തിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇൻ കേസ് ഓഫ് ദ കാൻഡിഡേറ്റ് മോഡിഫൈ ഹിസ് കമ്മ്യൂണിറ്റി. ഇനിയും കമ്മ്യൂണിറ്റി മാറ്റുകയാണ്, അതായത് നേരത്തെ കൊടുത്തത് SC എന്നോ ST എന്നോ ആയിരുന്നു, അതിനെ URലേക്കോട്ട് അൺറിസർവ്ഡിലോട്ട് മാറ്റുകയാണ്, അല്ലെങ്കിൽ OBCയിലോട്ട് മാറ്റുകയാണ്. അങ്ങനെയാണ് എങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, 250 രൂപയാണ് നമ്മൾ SC ST ആയപ്പോൾ നമ്മൾ അടച്ചത്. ഓക്കെ, SC STക്കാർക്ക് 250 രൂപ അടച്ചാൽ മതിയായിരുന്നു. അപ്പം 500 ആകെയുള്ള ഫീസ്, അതിൽ 250 നമ്മൾ അടച്ചിട്ടുള്ളൂ. അപ്പം നമ്മൾ URലോട്ട് മാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ OBCയിലേക്ക് മാറുകയാണെങ്കിൽ നമ്മൾ എത്ര രൂപ പേ ചെയ്യേണ്ടതായിട്ട് വരും? 500 രൂപ തന്നെ പേ ചെയ്യണം. അതായത് ഓൾറെഡി 250 രൂപ പേ ചെയ്തു, അതിനോടൊപ്പം 250 രൂപ എന്ത് ചെയ്യണം, ഇനിയും അഡീഷണൽ ആയിട്ട് പേ ചെയ്യണം. ഒപ്പം ഒരു കറക്ഷനാണ് വരുത്തിയതെങ്കിൽ അവിടെ വരുന്ന 250. അങ്ങനെ ആകെ 500 രൂപ എന്ത് ചെയ്യേണ്ടി വരും, പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം നമ്മൾ 250 അടച്ചു, ഇപ്പം UR ആക്കി, നമ്മൾ SC ആയിരുന്നു അപ്പോൾ 250 മതിയായിരുന്നു, നമ്മളത് UR ആക്കി. അങ്ങനെ UR ആക്കിയിട്ടുണ്ട് എങ്കിൽ അവിടെ 250 രൂപ അഡീഷണൽ പേ ചെയ്യണം. മോഡിഫിക്കേഷന് 250 രൂപ കൊടുക്കണം. അത് കൂടാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അഡീഷണൽ ആയിട്ട് ഈ പറയുന്ന ഫീസ് കൂടി നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ ആണല്ലോ? ആ കാര്യവും വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഹി വിൽ ഹാവ് ടു പേ ദ ഡിഫറൻസ് ഇൻ എക്സാമിനേഷൻ ഫീ ₹250 in addition to the modification fee. In case of a failure to do so, modified application will not be considered. അതായത് ഈ ഫീസ് അടയ്ക്കുന്നതിൽ പരാജയപ്പെട്ടു പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമ്മൾ മോഡിഫൈ ചെയ്തതൊന്നും അവർ അക്സെപ്റ്റ് ചെയ്യില്ല. ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. അടുത്ത് നോക്കിയേ, സിമിലർലി ഇതേപോലെ തന്നെ നമ്മൾ എക്സ് സർവീസ്മാൻ കൊടുത്തു, അല്ലെങ്കിൽ ഫിസിക്കലി ഡിസേബിൾഡ് ഒക്കെ കൊടുത്തു, അതിനെ UR ആയിട്ടോ OBC ആയിട്ടോ അല്ലെങ്കിൽ നോൺ എക്സ് സർവീസ്മാൻ ആയിട്ടോ നോൺ ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ടോ ഒക്കെ ആക്കുകയാണെങ്കിൽ അവിടെയും ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം, മാറ്റണം. അതേപോലെ തന്നെ ഫീമെയിൽ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്നുള്ളത് മെയിലാക്കി, അപ്പം ഫീമെയിൽസിന് 250 രൂപയാണ് ഫീസ്, അത് മെയിലാക്കി. അങ്ങനെ മെയിലാക്കുകയാണെങ്കിൽ അവിടെയും എന്ത് ചെയ്യണം, 250 രൂപ അഡീഷണൽ ആയിട്ട് കൂടി പേ ചെയ്യണം. ജോയിനിങ് ഫീസ് ആയിട്ടുള്ള 500 ടോട്ടൽ വരുന്ന രീതിയിൽ 250 അഡീഷണൽ ആയിട്ട് പേ ചെയ്യണം. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഫീമെയിൽ ആക്കി കൊടുത്ത ആൾ മെയിൽ ആക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നിങ്ങൾക്ക് 250 രൂപയല്ല കറക്ഷൻ, ഒപ്പം ജോയിനിങ്ങിൻ്റെ 250 രൂപയുടെ ചേർത്ത് 500 രൂപ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി UR ആക്കുന്നുണ്ടെങ്കിൽ അവിടെയും 500 രൂപ തന്നെയാണ് വരിക എന്നുള്ള കാര്യം ഓർത്തേക്കണം. അതായത് ഒരു മോഡിഫിക്കേഷൻ 250 പ്ലസ് നമ്മുടെ ആപ്ലിക്കേഷനിൽ ബാക്കിയുള്ള 250, രണ്ടാവുമ്പോഴത്തേക്കും അത് 500 പ്ലസ് 250 ആകും, മൂന്നാവുമ്പോഴത്തേക്ക് അത് 750 പ്ലസ് 250 ആകും. ആ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനിയും modifications of online application will be allowed any number of times on payment of the modification fee for each occasion. എത്ര തവണ വേണമെങ്കിലും ഇങ്ങനെ നിങ്ങൾക്ക് മാറ്റം വരുത്താം, അത്രയും പേയ്മെൻറ്റ് ചെയ്താൽ മതി. അതായത് 10 പ്രാവശ്യം ചേഞ്ച് ചെയ്തവരെ 250 രൂപ വെച്ച് 2500 രൂപ അങ്ങ് അടച്ചാൽ മതി. എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ വരുത്താം, ഒരു പ്രശ്നവും ഇല്ല. ഓരോ ഒക്കേഷനും 250 രൂപ വെച്ച് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന കണ്ടോടാ, ഓൺലൈൻ മോഡിഫിക്കേഷൻ ടു ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ along with the payment of the modification fee will be permitted up to 10 days. അതായത് എന്നാണോ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തത് അത് തുടങ്ങി 10 ദിവസത്തേക്കാണ് ഇത്തരത്തിൽ മോഡിഫിക്കേഷൻ കൊടുക്കാനായിട്ട് കഴിയുക. ഓർത്ത് വെച്ചോണം. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന 25/2 തൊട്ട് 6/3 വരെ എന്നാണ്. അത് മാറ്റിയിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ട് ഇപ്പം ഇങ്ങനെയാണ് വരിക, 4/3 തൊട്ട് 13/3 വരെ കേട്ടോ. 4/3/2025 തൊട്ട് 13/3/2025 വരെയാണ് മോഡിഫിക്കേഷനുള്ള സമയം. ക്ലിയർ ആണല്ലോ? അപ്പോൾ മോഡിഫിക്കേഷൻ വരുത്താനുള്ളവർ അത്യാവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് മോഡിഫൈ ചെയ്യണമെന്നുള്ളത് ഓർത്ത് വെക്കാം. അപ്പോൾ വ്യക്തമാണ് കാര്യങ്ങളെന്ന് വിചാരിക്കുകയാണ്. ഇനി പഠിക്കാനുള്ള സമയമാണ്, നമ്മുടെ മുമ്പിൽ ഇനിയും പഠിക്കാനുള്ള സമയമാണ്. നമുക്കൊരു ജൂൺ ജൂലൈ മാസത്തേക്ക് എക്സാമിനേഷൻ പ്രതീക്ഷിക്കാനായിട്ട് കഴിയും. അങ്ങനെ ജൂൺ ജൂലൈ മാസത്തേക്ക് എക്സാമിനേഷൻ പ്രതീക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ മുൻപിൽ ഇനിയുള്ള സമയം എത്രയാണ്? അതായത് ഇതിപ്പോൾ നമ്മൾ മാർച്ച് മാസമായി അല്ലേ, മാർച്ച് മാസത്തിലുള്ള ഇനിയുള്ള ഒരു അവശേഷിക്കുന്ന ഒരു 29 ദിവസം ഉണ്ടാകും. ഏപ്രിൽ മാസത്തിലൊരു 30 ദിവസം ഉണ്ടാകും. മെയ്യിൽ ഒരു 31 ദിവസം ഉണ്ടാകും. ദെൻ അത്രയും കൂട്ടിയാൽ തന്നെ നമ്മുടെ മുൻപിൽ ഇനി ഒരു
90 ദിവസമാണ് അവശേഷിക്കുന്നത്. അതായത് 90 മുതൽ ഒരു 100-110 ദിവസം വരെയാണ് നമ്മുടെ മുൻപിൽ അവശേഷിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അത്രയും തീക്ഷ്ണമായൊരു പഠനം നമുക്ക് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ കേന്ദ്ര സർക്കാർ ജോലി എന്ന സ്വപ്നത്തിലേക്ക് 2025 തന്നെ നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നുള്ളതാണ് RRB ഗ്രൂപ്പ് ഡിയുടെ പ്രത്യേകത. കാരണം ഒറ്റ എക്സാമേ ഉള്ളൂ, ഒറ്റ ഫിസിക്കലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? എത്രയും വേഗം ഇത് പൂർത്തിയാക്കി 2025 തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള RRB ഗ്രൂപ്പ് ഡിയുടെ ഒരു സൂപ്പർ സക്സസ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 5-ാം തീയതിയാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാണ് 5-ാം തീയതിയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. 5/3/2023 ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇനി സമയമില്ല, എത്രയും വേഗം ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, 5-ാം തീയതി തുടങ്ങുന്ന ബാച്ചാണ്. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക, ഇനി സമയം കളയരുത്. നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും ക്ലാസ് കിട്ടും, മലയാളത്തിലും ക്ലാസ് കിട്ടും കേട്ടോ. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം, മലയാളത്തിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. അതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും, മലയാളത്തിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. ഇപ്പം നിങ്ങൾക്ക് ജോഗ്രഫി ആണെങ്കിൽ ജോഗ്രഫിയുടെ ക്ലാസ്സുകൾ, അല്ലെങ്കിൽ ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററിയുടെ ക്ലാസ്സുകൾ, ഇതെല്ലാം നിങ്ങൾക്ക് ഇംഗ്ലീഷിലും കാണാൻ പറ്റും. മലയാളം ഫോളോ ചെയ്യുന്നവർക്ക് മലയാളത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ക്ലാസ്സുകൾ കാണാനായിട്ട് കഴിയുമെന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്മൾ കൃത്യമായിട്ട് ടോപ്പിക്ക് പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരും. 200+ അവേഴ്സിൻ്റെ റെക്കോർഡഡ് ലൈവ് സെഷനുകൾ കാണും. അത് 2 സെഷനും കൂടെ ചേർത്ത് ഒരു 400 അവേഴ്സോളം നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടിയാണ്. അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള അമൽ സാറിൻ്റെ നേതൃത്വത്തിലുള്ള മെൻറ്റർഷിപ്പ് ഉണ്ടാകും. അതേപോലെ തന്നെ പ്രാക്ടീസ് ടെസ്റ്റുകൾ ഉണ്ടാകും. അതായത് ഒരു ടോപ്പിക്ക് തീരുമ്പോൾ ആ ടോപ്പിക്കിൻ്റെ ടോപ്പിക് ടെസ്റ്റ് ഉണ്ടാകും. ഓരോ ടോപ്പിക്ക് തീരുമ്പോഴും ടോപ്പിക് ടെസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവും, കൃത്യമായിട്ട് വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്നും കിട്ടുക മിഡ് ടേം എക്സാമുകൾ കാണും. ഇങ്ങനെ നിരന്തരമായ ക്വസ്റ്റ്യൻ പ്രാക്ടീസിലൂടെ നിങ്ങൾ ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കും. ഇത് കൂടാതെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ലൈവായിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് കിട്ടും. അതായത് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് അധ്യാപകർ വന്ന് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, നിങ്ങൾക്ക് പരീക്ഷ എടുക്കുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനുകൾ കാണും. അപ്പോൾ ലൈവായിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെ നിങ്ങൾ കുറച്ചുകൂടി മോൾഡ് ആയിക്കൊണ്ടേയിരിക്കും. അവിടെ നിങ്ങൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇവിടുന്ന് കൃത്യമായിട്ടുള്ളൊരു മെൻറ്റർഷിപ്പ് കാണും. നിങ്ങളെ കൃത്യമായിട്ട് വിളിച്ച് നിങ്ങൾക്ക് മോട്ടിവേഷനൊക്കെ തന്ന് നിങ്ങളെ പഠനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള മെൻറ്റർഷിപ്പ് സപ്പോർട്ടുകൾ കാണും. അങ്ങനെ എല്ലാമായിട്ടുള്ള ഒരടിപൊളി ബാച്ചാണ് സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൂപ്പർ സക്സസ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. അതിനായിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാം. 8281223366. ഏതാണ്? 8281223366. അല്ലെങ്കിൽ ഈ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. ഒരിക്കൽ കൂടെ പറയുന്നു, 8281223366. ഈ ഒരു നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? ഈ ഒരു ബാച്ചുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ അല്ലേടാ? അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ബാച്ചിലേക്ക് എത്രയും വേഗം ജോയിൻ ചെയ്യുക. നിങ്ങളുടെ 2025 സർക്കാർ ജോലി എന്ന RRB ജോലി എന്ന സ്വപ്നം നിങ്ങൾ സാക്ഷാത്കരിക്കുക. അപ്പം നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. അതുവരേക്കും താങ്ക് യു.